ഏകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ശ്രോതാക്കളെ, വലിയ നോമ്പിന്റെ 2-ാം ഞായറാഴ്ച കുഷ്ഠരോഗിയുടെ സൗഖ്യത്തെ വിവരിക്കുന്നതായ ഞായറാഴ്ചയാണ് എന്നുള്ളത് നമുക്ക് ഇവർക്കും അറിയാവുന്നതാണ്. ദാറ്റ് ഈസ് ദ ഹീലിംഗ് ഓഫ് ദി ലെപ്പർ. കുഷ്ഠരോഗിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യഹൂദ നിയമാവലി അനുസരിച്ച് നോക്കുമ്പോൾ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു കുഷ്ഠരോഗി നടക്കണമെന്നുള്ളത് നിഷ്കർഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ലേവ്യ പുസ്തകം 13-ാം അധ്യായം 45 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. When a priest has consulted that a person is having a leprous disease, he should be considered as unclean and should be separated from the society. ഒരു ശാപഗ്രസ്തനായി, രോഗഗ്രസ്തനായി, നിന്ദിതനായി, അപമാനിതനായി, വെറുക്കപ്പെട്ടവനായി നിൽക്കുന്നതായ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് ശുദ്ധനാകുവാനുള്ള ആഗ്രഹവും പരിശ്രമവും നടത്തുന്ന ഞായറാഴ്ചയായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാനായി കഴിയുമെന്നുള്ളത് താന്ന് വീണുകൊണ്ട് അപേക്ഷിക്കുന്നതായ ഞായറാഴ്ച. സൗന്ദര്യം നഷ്ടപ്പെട്ട വിരൂപിയായി തീർന്നിരിക്കുന്നതായ ആ കുഷ്ഠരോഗി തൻ്റെ ബാഹ്യ സൗന്ദര്യത്തെ ഒന്നും അല്ല താൻ ഉദ്ദേശിച്ചത്. താൻ അശുദ്ധനെന്ന് ഉള്ളത് തൻ്റെ ഉള്ളിൽ നിന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിന് മുൻപാകെ ശുദ്ധനായി തീരുവാനായിട്ടാണ് ആ കൈകൾ നീട്ടുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 59-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളാണ് പറയുന്നത്. രക്ഷിക്കാതിരിപ്പാൻ തക്കവണ്ണം എൻ്റെ കൈ കുറുകിയിട്ടില്ല, കേൾക്കാതിരിപ്പാൻ തക്കവണ്ണം എൻ്റെ ചെവി മന്ദിച്ചിട്ടുമില്ല എന്ന് പറയുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ കരുണയുള്ള കണ്ണുകളാണ് അവിടെ കണ്ടിരിക്കുന്നത്. മനസ്സലിവുള്ള ഹൃദയമാണ് അവിടെ മനസ്സലിഞ്ഞിരിക്കുന്നത്. നീട്ടപ്പെട്ട കൈയാണ് അവിടെ തൊട്ട് സൗഖ്യമാകുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ജീവിത ദർശനവും മഹത്വവുമാണ് ഇവിടെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഏദൻ തോട്ടത്തിൽ കണ്ണുകൊണ്ട് കണ്ട് ഹൃദയം കൊണ്ട് ചിന്തിച്ച് കൈ നീട്ടി പറിച്ചു തിന്ന് പറുദീസയുടെ അനുഭവത്തിൽ നിന്നും ശാപഗ്രസ്തനായി പുറന്തള്ളപ്പെട്ട മനുഷ്യകുലത്തെ ദൈവരാജ്യത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നതാണ് ഈ അത്ഭുതത്തിന്റെ സൂചന എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ യേശു തമ്പുരാൻ ദയാദൃഷ്ടിയോടുകൂടി ആരെ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ, വിശ്വാസമുള്ള കണ്ണുകളോടും നുറുങ്ങിയ ഹൃദയത്തോടും ക്രിസ്തുവിനെ ആര് നോക്കിയിട്ടുണ്ടോ അവർ ഓരോരുവരും സൗഖ്യവും ആശ്വാസവും പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയും ഈ കുഷ്ഠരോഗി താൻ ആഗ്രഹിച്ചിരിക്കുന്നത് ഹി ഹാവ് എ പാഷൻ ആൻഡ് പെർസ്യൂട്ട് ടു ബി ഹോളി. നമുക്ക് ചിന്തിക്കാം, നമ്മുടെ കണ്ണുകളും കൈകളും ചിന്തകളും മറ്റുള്ളവരുടെ നന്മയ്ക്കായി, സൗഖ്യത്തിനായി, സമാധാനത്തിനുമായി നീട്ടപ്പെട്ടിട്ടുണ്ടോ? നാവിന്റെ ചലനം സാന്ത്വനം നൽകുവാനായി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ? കരുണയും മനസ്സലിവുമുള്ളവനായി, വിശക്കുന്നവന് ഭക്ഷണം നൽകുവാനായി, വസ്ത്രമില്ലാത്തവന് വസ്ത്രം നൽകുവാനായി, വീടില്ലാത്തവന് വീട് നൽകുവാനായി കൈകൾ നീട്ടുവാനായിട്ട് നമുക്ക് ഇനിയും ആഗ്രഹമുണ്ടോ? അനാഥന് നാഥനായും, ഇല്ലാത്തവന് കണ്ണായും, കാലില്ലാത്തവന് കാലായും ഉപകാരപ്പെടുവാൻ അടിയിൽ കിടന്നിരുന്ന അർദ്ധപ്രാണനോട് കരുണയും മനസ്സലിവും കാണിച്ച ശമരിയക്കാരനെ നല്ല കൂട്ടുകാരനായും നല്ല സ്നേഹിതനുമായും യേശു അംഗീകരിച്ചതുപോലെ നമുക്കും അത്തരത്തിൽ കരുണയുള്ള കണ്ണുകൾ നൽകുവാനും, കരുണയുള്ള മനസ്സലിവുള്ള ഹൃദയം നൽകുവാനും, അത്തരത്തിൽ സൗഖ്യം നൽകുവാനായി നീട്ടപ്പെട്ട കൈകൾ നൽകുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു.